നമസ്കാരം സ്നേഹജ്യോതിസ് ഫാമിലി. ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ കൃഷ്ണഭക്ത ഉണ്ടാക്കിയ ഈ കാർഡിൽ ഉള്ള മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഒരു തോന്നുന്നത് അത് നിങ്ങൾക്കുള്ള സന്ദേശമായി എടുക്കും. അതിനുശേഷം പൊതുവായൊരു മീനിങ് നമുക്ക് നോക്കാം. 2 കാർഡുകളാണ്. ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായി എടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാക്സിമം കൂട്ടിച്ചേർക്കുക. അപ്പോൾ നമ്മുടെ ഡീപ്പ് ഹീലിംഗ് ബ്രീത്ത്, ആ ഡീപ്പ് ഹീലിംഗ് ബ്രീത്ത് മൊത്തത്തിൽ ശരീരത്തെയും മനസ്സിനെയും ചേഞ്ച് ചെയ്യുന്നതാണ്, നല്ല ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ നല്ല ധൈര്യം തരുന്ന ഒരു ബ്രീത്തിങ് ആണ്. മാനസികാവസ്ഥയിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ പോസിറ്റീവ് മെസ്സേജുകൾ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് നമ്മളെ സ്വാധീനിക്കും. ബി പോസിറ്റീവ്. കണ്ടോ, കറക്റ്റാണ് നമുക്ക് തരുന്നത് കേട്ടോ കാർഡുകൾ. നമ്മൾ പോസിറ്റീവായി ഇരിക്കുക, പോസിറ്റീവായി എടുക്കുക എല്ലാ കാര്യങ്ങളും. നോ ദാറ്റ് ഫോർ എവരി ബാഡ് ആൻഡ് അൺവാണ്ടഡ് ഹാപ്പനിങ് എ ഡിവൈൻ പ്ലാൻ ഈസ് വർക്കിംഗ്. വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയുന്നുണ്ടല്ലോ, നമുക്ക് പ്രതീക്ഷിക്കാത്ത എന്തും ജീവിതത്തിൽ നടക്കുന്നതിന് ഒരു പിന്നിലൊരു ഡിവൈൻ പ്ലാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിവൈൻ പ്ലാൻ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ എന്താണ്, എവറിത്തിങ് ഹാസ് ടു എൻഡ് സം ഡേ. ബി പ്രിപ്പയർഡ്. പ്രിപ്പറേഷൻ വിൽ ബ്രിങ് ഡിസൈഡ് റിസൾട്ട്സ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം. ഇത് എൻ്റെ എന്ന് പറയുമ്പോൾ എല്ലാം അവസാനിച്ചു എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ദുരിതങ്ങൾ കാര്യങ്ങളൊക്കെ അവസാനിച്ചു. ഇനി മറ്റൊരു രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം തിരിയാൻ പോവുകയാണ് എന്നാണ് ഇതിൻ്റെ സൂചന. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇത് എൻഡ് എന്ന് പറയുമ്പോൾ സൂചിപ്പിക്കുന്നത്. അതായത് എല്ലാം നിങ്ങളുടെ ദുരിതങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥകൾ അവസാനിച്ച് പുതിയൊരു രീതിയിലേക്ക് നിങ്ങൾ തിരിയാൻ പോവുകയാണ്. അപ്പോൾ ഈ പറയുന്നത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാനാണ് പറയുന്നത് കേട്ടോ. കാരണം ഇത് രണ്ടും ഭയങ്കര കണക്റ്റഡ് ആയിട്ട് നമുക്ക് കാർഡ് കിട്ടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എവരി ബാഡ് ആൻഡ് അൺവാണ്ടഡ് ഹാപ്പനിങ് ഡിവൈൻ പ്ലാൻ ഈസ് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ, ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമുക്ക് ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് അത് വളരെ ഒരു എന്താ പറയുക, നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നതിന് പിന്നിലൊരു ഡിവൈൻ പ്ലാൻ ഉണ്ട് എന്നാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റ് ലൈഫിലെ ആ കർമ്മ ക്ലിയറായി പോവുകയാണ് എന്നാണ്. അപ്പം അങ്ങനെ അനുഭവിച്ച് നിങ്ങളുടെ ഒരു സ്റ്റേജ് എൻഡായി, ഒരു ലൈഫിൻ്റെ ഒരു സ്റ്റേജ് അവസാനിച്ചു. ഇനി മറ്റൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. അപ്പോൾ ആ കിടക്കുമ്പോൾ മാക്സിമം അതിൻ്റെ ഒരു പോസിറ്റീവായ എനർജിയെ കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ നിങ്ങളെ വളരെയധികം മാനസികമായി പിന്നോട്ട് വലിച്ചിട്ടുണ്ടാവും. ഇനി അതൊന്നും നോക്കണ്ട, പോസിറ്റീവായിട്ട് എടുക്കുക. കാരണം വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. ശരിയായ സമയത്തിന് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് തന്നെ. അപ്പം നമ്മുടെ ഉള്ളിൽ തോന്നും, ഒരുപാടായി നമ്മൾ ഈ സ്ട്രഗിൾ ചെയ്യുന്ന, ഒരുപാടായി ഞാൻ റൈറ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, ഇതിങ്ങനെ നീണ്ടു പോവുകയാണല്ലോ എന്ന് നമുക്ക് തോന്നും ഉള്ളിൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടോട്ടലി നിങ്ങളെ തന്നെ മാറ്റുക. എങ്ങനെ? പുതിയൊരു ചിന്താഗതി, പുതിയൊരു ജീവിതശൈലി. നിങ്ങൾക്ക് എന്തുകൊണ്ടാണോ ഈ സ്ട്രഗിൾ വീണ്ടും അനുഭവിക്കുന്നത്, ആ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് മാറി ചിന്തിക്കാൻ ശ്രമിക്കുക. ജോലിയാണ് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെങ്കിൽ മറ്റൊരു വഴി,
ചെറിയ ചെറിയ രീതിയിൽ നിന്ന് തുടങ്ങിയിട്ടാണെങ്കിൽ മറ്റൊരു വഴിയിലേക്ക് നോക്കുക, മറ്റൊരു മാർഗത്തിലേക്ക് നോക്കുക. കാരണം ഒരുപാട് ആവശ്യക്കാർക്കനുസരിച്ച് ഇപ്പോൾ ഒരുപാട് ആവശ്യക്കാരാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൂടുതലും തൊഴിൽ നൽകുന്നവരായിട്ട് മാറണം. തൊഴിൽ അന്വേഷിക്കുന്നവരേക്കാൾ, അതായത് ആവശ്യക്കാർ കൂടാണ്. ഇപ്പോൾ തൊഴിൽ നൽകുക മാത്രമല്ല, ആവശ്യക്കാർ കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്യാവശ്യം ജോലിയുണ്ട്, വരുമാനമുണ്ട്. അങ്ങനെയാകുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക്, പുതിയ പുതിയ മാർഗങ്ങളിലേക്ക്, പുതിയ പുതിയ ആവശ്യങ്ങളിലേക്ക് തിരിയുന്നുണ്ട്. അപ്പോൾ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് നമുക്ക് നൽകാൻ കഴിയുന്ന സർവീസ് എന്താണോ എന്ന് നോക്കി ആ സർവീസ് ഓൺലൈനായിട്ടും നൽകാൻ കഴിയും, അതുപോലെ ഡയറക്റ്റും നൽകാൻ കഴിയും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് നമുക്കിപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പം തന്നെ ഇതിൽ നോക്കൂ, ഇപ്പോൾ ഒരു മൊബൈൽ ഉണ്ടായാൽ മതി. നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാക്കുക ഒരു മൊബൈൽ ഉണ്ടായാൽ മതി. നല്ലൊരു രീതിയിൽ നമുക്ക് ആ മൊബൈലിൽ നിന്നും ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും യൂട്യൂബ് കണ്ടുകൊണ്ട്. അതുപോലെ നമുക്ക് തന്നെ വീഡിയോസ് സൃഷ്ടിക്കുക, അറിവുകൾ നൽകുക, ഈ മൊബൈലിൽ തന്നെ എഴുതി അത് ഷെയർ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ വരുമാനം ഉണ്ടാക്കുന്നത് കൂടിയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ ചേഞ്ച് വരുത്തുക, മറ്റൊരു തലത്തിലേക്ക് കടക്കാൻ നോക്കുക, അത് ശ്രമിക്കുക. അവനവന് പറ്റിയ രീതിയിൽ അറിവുകൾ കൂടുതൽ നേടാൻ നോക്കുക. മൊബൈൽ ഒരുപാട് സഹായിക്കും. കാരണം എൻ്റെ അനുഭവമാണ്, മൊബൈലിൽ നിന്നും ഇപ്പോൾ ബുക്സ് നമുക്ക് ലഭിക്കാൻ നേരിട്ട് പോയി വാങ്ങണ്ട, ബുക്സ് നമ്മുടെ കയ്യിൽ പെട്ടെന്ന് കിട്ടും. ബുക്സിനെ പറ്റി പറയാൻ കാരണം എന്ന് വെച്ചാൽ ഹാപ്പി മണി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്, ഹാപ്പി മണി. അപ്പോൾ ആ ബുക്ക് ആ ഒരു ജപ്പാൻ ഓതറാണ്, കെൻ ഹോണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം എഴുതാൻ കാരണം, അദ്ദേഹം അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഒരു ഫിനാൻഷ്യലി ഫിറ്റായി, ആൾ സേഫായതിന് ശേഷം ഒരു കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ജോലികൾക്കൊന്നും പോകാതെ, എന്നാൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടീനെ കൊണ്ട് ഒരിക്കൽ പാർക്കിൽ പോയപ്പോൾ അവിടെ മറ്റൊരു കുട്ടി കുറച്ചും കൂടി കൂടുതൽ നേരം കളിക്കണം കുട്ടിക്ക്. പക്ഷെ കൊണ്ടുവന്ന അമ്മ കുട്ടീനെ നിർബന്ധിക്കുകയാണ്, തിരിച്ചു വാ, ജോലിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കുട്ടി ഒന്നും കൂടി കുറച്ച് നേരം കൂടി ഞാനിങ്ങനെ കളിച്ചോട്ടെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഇദ്ദേഹം ഇത് കാണണം, കെൻ ഹോണ്ട. അമ്മ സമ്മതിക്കില്ല. കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോകണം, ആ ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ, ആ സമയം, ഇതൊക്കെ കീപ്പ് ചെയ്യണം. കാരണം ഈ കുട്ടീനെ സംരക്ഷിക്കാൻ അത് വേണം. ലാസ്റ്റ് മനസ്സോടെ കുട്ടി തിരിച്ചു പോകുമ്പോൾ ഇദ്ദേഹം ഇത് കാണണം. ഇദ്ദേഹം വിചാരിക്കണേ, ആ ഒരു അമ്മയ്ക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് എങ്കിൽ ആ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് നേരം കൂടി ഈ പാർക്കിൽ ആ കുട്ടിയെ കളിക്കാൻ അനുവദിച്ചേനെ. അപ്പോൾ ആ അമ്മയ്ക്ക് ഒരു നിവൃത്തി ഇല്ലാണ്ടാണ്, വിഷമത്തോടു കൂടിയാണ് ആ മോളുടെ ആഗ്രഹം സാധിപ്പിക്കാൻ പറ്റാതെ മോളെയും കൊണ്ട് നിർബന്ധപൂർവ്വം പോകുന്നത്. അപ്പോൾ അദ്ദേഹം ആലോചിക്കുക, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഇത്രയും കൂടി സ്വതന്ത്രമായിട്ട്, ഇത്രയും കൂടി കുട്ടികളുടെയും കൂടി ഒരു ജീവിതം മനോഹരമാക്കാമല്ലോ. കാരണം കുട്ടികളുടെ ജീവിതം അല്പം ദുർഘടമാകുന്നത് ഇതുപോലെ ജോലിക്ക് വേണ്ടിയിട്ട് അമ്മമാർ പോകുമ്പോഴാണ്. കാരണം അപ്പം അമ്മമാർക്ക് ആ ജോലി സമയത്ത് പോണ വരെ മാത്രമേ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടി ഓടും. പിന്നെ തിരികെ വരുമ്പോഴും വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ അദ്ദേഹം ചെറിയ ലഘുലേഖ തയ്യാറാക്കി മറ്റുള്ളവർക്ക് കൊടുത്തു. ആദ്യം അദ്ദേഹം തന്നെ പ്രിൻ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നോക്കുമ്പോൾ അതിന് ആവശ്യക്കാർ കൂടി. കാരണം ചെറിയ ചെറിയ മെത്തേഡുകളാണ് ജീവിതത്തിൽ എങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം നൽകാമെന്ന്. പിന്നീട് ആവശ്യക്കാർ കൂടി. പിന്നെ ബുക്ക് ആയിട്ട് എഴുതാമെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം ഏകദേശം ഒരു 50 ബുക്കോളം എഴുതിയെന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ വിറ്റുപോയത്. അപ്പോൾ അതിലൊന്നാണ് ഹാപ്പി മണി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ചാൽ, പണം ഒരു പ്രശ്നമാണ് ജീവിതത്തിൽ. ഇപ്പം ഞാനത്
ടു ഇംഗ്ലീഷ് വെർഷനാണ്. അത് വായിക്കാൻ സാധിക്കുന്നവർ മലയാളം വെർഷൻ നോക്കിയപ്പോൾ കിട്ടുന്നില്ല, കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു, ഉണ്ടോയെന്ന് അറിയില്ല. പറ്റുമെങ്കിൽ അത് വായിക്കുക. കാരണം നല്ലൊരു പണം എങ്ങനെ നമ്മൾ കാണണം എന്ന് ഞാൻ അതിൽ നിന്നും കിട്ടിയ ചെറിയ ചെറിയ അറിവുകൾ ഞാനിപ്പോൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോയിൽ ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ചെറിയ ചെറിയ അറിവുകൾ പക്ഷെ വലിയ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തും. ഇപ്പം സാധിക്കുന്നവർക്ക് അത് വായിക്കുക. ഇനിയിപ്പോൾ അത് വായിച്ചില്ലെങ്കിൽ കൂടി സ്ട്രഗിൾ ചെയ്യാനുള്ള നമ്മുടെ കാരണം എന്താണെന്ന്, എന്തുകൊണ്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയധികം ദുരിതം തരണം ചെയ്ത് ഇത്രയും ദുരിതത്തിൽ കൂടെ നടന്നു വന്നത് എന്ന് ആലോചിക്കുക. അപ്പം മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റുക, മാറി നിൽക്കേണ്ട കാര്യങ്ങൾ മാറി നിൽക്കുക. അല്ലെങ്കിൽ കൂടുതൽ പരിശ്രമം, എങ്ങനെ അവനവനെ ഉയർത്താനുള്ള പരിശ്രമം ആദ്യം ചെയ്യുക. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. കാരണം സ്ട്രഗിൾ ചെയ്ത് പോകുന്നവർ, സാധാരണ കണ്ടുള്ള വളരെ വിഷമിച്ച് പോകുന്നവർ അതേ പാത്ത്, അതേ റൂട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം അവർക്ക് മാറാൻ സമയമില്ല, മാത്രമല്ല അവർക്ക് വേറൊന്നും ചെയ്യാനുമില്ല. പക്ഷെ അപ്പം അങ്ങനെ ഒരു കുറച്ച് നേരം അവനവന് വേണ്ടി മാറ്റി നിർത്തി അവനവനെ ഉയർത്താൻ ശ്രമിക്കുക. അറിവുകൾ നേടിക്കൊണ്ട്, അല്ലെങ്കിൽ ആത്മീയമായിട്ട്, അല്ലെങ്കിൽ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ആരോഗ്യവുമില്ല, പലരും കണ്ടിട്ടുള്ളതാണ്, ആരോഗ്യവുമില്ല, പിന്നെ സമയവുമില്ല. ഈ രീതിയിലാണ് വീട്ടമ്മമാരാണെങ്കിലും വീട്ടിലെ മറ്റേ മുതിർന്ന ആരും അച്ഛൻ അമ്മ ഇവർ ഓടിക്കൊണ്ടിരിക്കുക ദിവസവും. ഞാൻ ഒരുപാട് പേര് നമുക്ക് കാണാമല്ലോ, രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ തയ്യാറാക്കി വേഗം തന്നെ ജോലിക്ക് പോകും, തിരികെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ സ്ട്രെസ്സ് നിറഞ്ഞ ജീവിതം, രോഗവും ഉണ്ടാക്കുകയാണ്. എന്നാൽ സാമ്പത്തിക വരുമാനം വേണ്ട പോലെ കിട്ടുന്നുമില്ല, തികയുന്നില്ല, കുട്ടികളുടെ പഠിപ്പൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനത്തെ ഘട്ടത്തിൽ നമുക്കൊരു ചേഞ്ച് വരണമെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല, ഒരു തരത്തിൽ നമുക്ക് മാറാൻ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ സ്വയം മാറ്റി വയ്ക്കാൻ പോലും ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് തിരിച്ചറിയാം. ഇനി ഇങ്ങനെ പോയാൽ പോരാ, ബി പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ എൻ്റെ മനസ്സിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ പോയാൽ പോരാ, എന്തെങ്കിലും ഒരു മാറ്റം എൻ്റെ ജീവിതത്തിലുണ്ടാകണം. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ശരീരത്തെ നല്ല ആരോഗ്യം, മനസ്സിന് നല്ല ധൈര്യം വരുത്തണം. അതിന് നമ്മുടെ ഡീപ്പ് ഹീലിംഗ് ബ്രീത്ത് സഹായിക്കും. ഡീപ്പ് ഹീലിംഗ്, ആ ഒരു ബ്രീത്തിങ് രീതി സിമ്പിളാണ്, പക്ഷേ പവർഫുള്ളാണ്. അപ്പം അത് സഹായിക്കുമ്പോൾ ഒരു ധൈര്യം വരും മനസ്സിന്, ഒരു ശാന്തത, അപ്പോൾ ഒരു ക്ലാരിറ്റി വരും. ധൈര്യമില്ലാതെ അല്ലെങ്കിൽ ശാന്തത ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഒരു ക്ലാരിറ്റി മനസ്സിന് വരില്ല. ആകെപ്പാടെ ആദ്യം പിടിച്ചിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആദ്യം ക്ലാരിറ്റി വരുമ്പോൾ നമുക്കൊരു ഐഡിയകൾ വരും, അതിനുള്ള ധൈര്യം വരും. ഇല്ല ഇങ്ങനെ പോയാൽ പോരാന്ന് ഉറച്ച തീരുമാനം എടുക്കാനുള്ള ശക്തി വരും. അപ്പോൾ ഉറച്ച തീരുമാനം എടുക്കുമ്പോൾ അത് പോസിറ്റീവായി അവനവൻ്റെ കഴിവിനെ ഉയർത്തുന്ന കാര്യങ്ങളിലേക്ക് കൂടി അത് കൂട്ടിച്ചേർക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ സംഭവിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ബ്രീത്തിങ് ആത്മീയ തലത്തിൽ സോൾ ലെവൽ ഒരു നമ്മളെ എനർജറ്റിക് ആക്കുന്നുണ്ട്, സോൾ ലെവൽ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. സോളിൻ്റെ ആ പവർ, സോളിലേക്ക് കൂടുതൽ കണക്ഷൻ വരും തോറും നമുക്ക് വെറുതെ ഇരിക്കാൻ മീൻസ് അവനവനെ ഉയർത്താതെ ഇരിക്കാൻ പറ്റില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് അവനവനെ ഉയർത്തുന്ന കാര്യങ്ങളിലേക്ക് കൂടി നമ്മൾ പതുക്കെ ഇഴുകിച്ചേരും. ആ സോള് അങ്ങനെ നമ്മുടെ നമ്മുടെ റൂട്ട് തിരിച്ചു വിടും. അതുകൊണ്ട് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ സ്ട്രഗിൾ തീരാനുള്ള സമയമായിട്ടുണ്ട്. അല്പം അവനവനിലേക്കും പരിശ്രമിക്കുക. പിന്നെ ബുക്ക് പറ്റുമെങ്കിൽ വായിച്ചോളൂ കേട്ടോ, പറ്റുമെങ്കിൽ മാത്രം. ഞാൻ മെമ്പേഴ്സ് ഓൺലി വീഡിയോസിൽ അങ്ങനത്തെ സാമ്പത്തികമായ കാര്യങ്ങൾ ഇതുപോലെ കിട്ടിയ അറിവുകൾ കൂട്ടിച്ചേർത്ത് ചെറിയ ചെറിയ വീഡിയോകളായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്, ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെമ്പർഷിപ്പ് എടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഞായറാഴ്ച, സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്യുക.